അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള ഗോവ ഗവർണറാണ് നമുക്കൊപ്പം തത്സമയം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി ചേരുന്നത്. ശ്രീ PS ശ്രീധരൻ പിള്ള, ഗുഡ് മോർണിംഗ്. ജനാധിപത്യത്തിൻ്റെ മുകളിൽ ഇന്ത്യക്ക് ആകെ കരിനിഴൽ വീഴ്ത്തിയ എമർജൻസിക്ക്, അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ട് പിന്നിടുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു ആ കാലത്ത്? തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായം എഴുതി ചേർത്ത, ഇന്ത്യൻ ജനാധിപത്യത്തിനു മേൽ, സ്വാതന്ത്ര്യത്തിനു മേൽ ഇടുത്തിയായി നിബന്ധിച്ച ഒന്നായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. 21 മാസക്കാലം ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല, രാജ്യം അവരുടേതല്ല, ഒരു കുടുംബത്തിൻ്റേതാണ്, ഒരു പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൻ്റേതാണ് എന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ ശക്തി മുഴുവൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് അന്നത്തെ ആ പാർട്ടിയുടെ, ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ പറയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നിരപരാധികൾ ക്രൂശിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാജ്യം ഒരു വലിയ അത്തരത്തിലുള്ള ഒരു വലിയ ജയിലായി മാറി. പത്രസ്വാതന്ത്ര്യം, പ്രസ് സെൻസർഷിപ്പ്, ഏത് പത്രമടിച്ചാലും രാത്രി 11 മണി കഴിഞ്ഞാലും 12 മണിക്കായാലും ആ പത്രം പുറം ലോകം കാണുന്നതിന് മുമ്പ് അവിടെ സെൻസർഷിപ്പ് ഓഫീസർ ഉണ്ടാവും ജില്ലാ ആസ്ഥാനത്ത്. അവരൊപ്പിട്ടെങ്കിൽ മാത്രമേ, അവരനുവദിച്ചെങ്കിൽ മാത്രമേ, ഗവൺമെൻറ് അനുവദിച്ചെങ്കിൽ മാത്രമേ വാർത്തകൾ നൽകാവൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കോടതികൾക്ക് പോലും ഒരു മനുഷ്യൻ്റെ വിലപ്പെട്ട ജീവൻ, ആ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ ആർട്ടിക്കിൾ 226 പ്രകാരം കോടതിയെ സമീപിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെയും നീതി വ്യവസ്ഥയുടെയും നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെയും അടിവേരെന്തെന്ന് ചോദിച്ചാൽ, ഭരണകൂടം ഒത്തൊരുമിച്ച് തീരുമാനിച്ചാലും വ്യവസ്ഥാപന നിയമവ്യവസ്ഥയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവൻ അതെടുത്തുകൂടാ എന്ന നിയമമുള്ള ഒരു രാജ്യത്ത് അതിന് പാടില്ല, അതെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ നിലയിലേക്ക് കരുനിഴലിന് താങ്കൾ ഉപയോഗിച്ച വാക്ക് ശരിയാണ്. ആ കരുനിഴലിൽ വീഴുക മാത്രമല്ല, ആ വീഴ്ചയിൽ ആരാണോ ഇന്ത്യ ഭരിച്ചിരുന്നത്, ആരാണോ അതിന് ഉത്തരവാദികൾ, അവരെ ഉത്തരേന്ത്യയിലെ പശു ബെൽറ്റ് 10 സംസ്ഥാനങ്ങളാണ് ഞാൻ കണക്ക് വെച്ചാൽ പറയുന്നത്. ആ ജനങ്ങൾ അവരെ പാഠം പഠിപ്പിച്ച് അവർ തോറ്റമ്പിയ ചരിത്ര മുഹൂർത്തമാണ് അടിയന്തരാവസ്ഥയ്ക്ക് അവസാനം കുറിച്ചത്. 24-ന് മൊറാർജി ദേശായി, 77 മാർച്ച് 24-ന് മൊറാർജി ദേശായി സർക്കാർ അധികാരമേറ്റപ്പോൾ വീണ്ടും ഇതെല്ലാം തിരിച്ചു കിട്ടി. ഇനി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അന്നത്തെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച 48,000 പരാതികളാണ് ഷാ കമ്മീഷൻ കിട്ടിയത്. അന്വേഷിച്ച് അവർ 3 റിപ്പോർട്ടുകൾ നൽകി. ആ റിപ്പോർട്ടുകളെ മുഴുവൻ നിയമവിരുദ്ധമായി, അധാർമികമായി കുഴിച്ചുമൂടിയ ഒരു ഭരണകൂടമുണ്ടായിരുന്നു 80 മുതൽ. ഇതൊക്കെ ജനങ്ങൾ വിസ്മരിക്കരുത്. ഒരു ജനാധിപത്യത്തെ നിലനിർത്തേണ്ട ഏറ്റവും വലുത് ജാഗ്രതയുള്ള ജനസമൂഹമാണ്. ആ ജാഗ്രതയുള്ള ജനസമൂഹമായി മാറാൻ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ദ മാസ്, ജനങ്ങളെ പഠിപ്പിക്കേണ്ട സന്ദർഭമായി എനിക്കിത് തോന്നുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ലോ കോളേജിൽ 1ാം പ്രഥമ വർഷ വിദ്യാർത്ഥി കോഴിക്കോട്, ആ സമരത്തിൽ അന്ന് ലോക സംഘർഷ സമിതിയാണ് അതിന് നേതൃത്വം കൊടുത്ത സമരം. ആ സമരത്തിൽ 8,000-ൽ പരം ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തു. അത് ഒരു പ്രഖ്യാപനം നടത്തി അടിയന്തരാവസ്ഥ നിലവിൽ വന്ന് ഒരു 3-4 മാസക്കാലം എല്ലാവരും പ്രതിഷേധിക്കേണ്ടവരൊക്കെ പ്രതിഷേധിച്ചു. പക്ഷെ അതിൻ്റെ ഭീകരമായ അന്തരീക്ഷ നിലവായതിനു ശേഷം ഞങ്ങൾ ഇനി സമരം ചെയ്യില്ല എന്ന് പറഞ്ഞു മാറിയവർ, ഞാൻ ചോദിക്കുന്നു, ഈ ലോകസംഘർഷ സമിതി അതിൻ്റെ ഒരു 3 മാസത്തിന് ശേഷം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 3 മാസത്തിന് ശേഷം ലോകസംഘർഷ സമിതിയിൽപ്പെട്ട ഈ ആളുകളല്ലാതെ, അതിൻ്റെ നട്ടെല്ല RSS ആയിരുന്നു, ആ പ്രസ്ഥാനമല്ലാതെ ഏതെങ്കിലും ഒരാൾ സമരം ചെയ്ത് ഈ സ്ഥിതി മാറ്റണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരാളെപ്പോലും ആർക്കും ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലൂടെ ഇത് പറയാൻ കാരണം, ഇന്ന് പോലും ഒരു വലിയ പ്രമുഖ ദേശീയ പത്രത്തിൻ്റെ 2 പേജ് എഡിറ്റോറിയൽ പേജ് ഇതിനെപ്പറ്റിയാണ്. ഒരക്ഷരം ഈ ലോകസംഘർഷ സമിതിയെക്കുറിച്ചോ അന്നത്തെ സമരം നയിച്ച നായകന്മാരെ പറ്റിയോ
പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചരിത്രത്തിൽ പൊറുക്കാനാവാത്ത തെറ്റാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇപ്പോൾ ഈ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഇത് 50-ാം ആണ്ടിൽ ഈ കാര്യം സംസാരിക്കുകയാണ്, അടിയന്തരാവസ്ഥയെ പറ്റി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അടിയന്തരാവസ്ഥയെ പറ്റി കേരളം ആവർത്തിച്ച് ചർച്ച ചെയ്തത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ്റെ ഒരു പരാമർശം മൂലമാണ്. താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അന്ന് പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറമായി എല്ലാവരും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കിരാത ഭരണകൂട ഇടപെടലിനെതിരെ പോരാടിയപ്പോൾ അതൊരു ചരിത്രമായിരുന്നു. MV ഗോവിന്ദൻ പറഞ്ഞത് RSSുമായി ചേർന്ന് CPIM പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അന്ന് ഏത് വിധത്തിലായിരുന്നു പോരാട്ടം? മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനെ തള്ളി പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഉദാഹരണം, ഫസ്റ്റ് ഇയർ ലോ കോളേജ് ആ സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് നടന്നു. ഞാനും ശ്രീ AK ബാലനും ഒന്നിച്ച്, ഞാൻ കോളേജ് യൂണിയൻ മാഗസിനറായി, അദ്ദേഹം സെനറ്റിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നിച്ച് മത്സരിച്ച്. ഇതിനപ്പുറം എന്താ പറയേണ്ടത്? ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായി വിദ്യാർത്ഥി സംഘടനകൾ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് മേപ്പയൂർ MLA, അദ്ദേഹത്തിൻ്റെ സംഗീത ലോഡ്ജുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിൽ. ഇപ്പം എൻ്റെ പേര് മാറ്റിയൊന്നും എനിക്കറിയില്ല. അവിടെ കൂടിയ യോഗത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അതിൻ്റെ മുഖ്യ ആൾ. ഞാനുൾപ്പെടെയുള്ള ABP പ്രതികൾ അതിൽ പങ്കെടുത്തറിയാം, സമരങ്ങൾ ആവിഷ്കരിച്ചറിയാം. പക്ഷേ സമരങ്ങളുടെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പം വലിയൊരു വ്യതിയാനമുണ്ടായി. നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതി, അടിയന്തരാവസ്ഥ അവസാനിക്കും എന്നുള്ള കാര്യം ഉറപ്പില്ല. അതുകൊണ്ട് അന്ന് ആ കേരളത്തിലെ ഏറ്റവും പ്രബലമായ പാർട്ടി, ഇന്ത്യയിലെ തന്നെ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം പാർലമെൻറ്റിലുള്ള കക്ഷി, ആ കക്ഷി യോഗം ചേർന്ന് അങ്ങനെ പ്രവർത്തിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തിരുന്നുവെന്നും പിന്നീട് മൊറാർജി ദേശായി ഈ ഭരണമാറ്റമുണ്ടായി, ജനമനസ്സുകളിൽ മാറ്റമുണ്ടായി. ആ മാറ്റമുണ്ടായപ്പോൾ അതിനനുസരിച്ച് ഏകാധിപതികളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അന്നത്തെ ഏകാധിപതികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളെ വലിച്ചെറിഞ്ഞ് ഒരു പുതിയ ഭരണം വന്ന ശേഷമാണ് 6 മാസത്തിനുള്ളിലാണ് അവരുടെ പാർട്ടി കോൺഗ്രസ് ജലന്ധറിൽ നടന്നത്. ആ ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ അന്ന് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി എന്ന് തീരുമാനമെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താണെന്ന് 1 മണിക്കൂർ ചാനലുകളെല്ലാം കാണിച്ചു. ഞാൻ അവരോട് ചോദിക്കുന്നു, എവിടെയാണ് സമരം അങ്ങോട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത്? അതേസമയത്ത് സമരം ചെയ്ത് പോയ ആളുകൾ, CPM-നെ ഞാൻ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം 117 ആളുകൾ മിസ തടവുകാരായിട്ടുണ്ടായിരുന്നവരുടെ 114 പേരാണ് സംഘപരിവാറിനോടൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അവരാരും മാപ്പെഴുതി കൊടുത്ത് പുറത്ത് വന്നില്ല. അവർ മാപ്പെഴുതി കൊടുത്ത് അവർക്ക് പുറത്ത് വരാൻ അന്ന് സാധിക്കുമായിരുന്നു. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ സത്യമായി പറയേണ്ടത് കൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് MLA ആയിരുന്നു, കൂത്തുപറമ്പിൻ്റെ. അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ പറ്റി ഇതെല്ലാം പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ പുസ്തകം 2017 പുറത്ത് വന്നപ്പോഴാണ്, മാതൃഭൂമി പ്രസിദ്ധീകരിച്ച 2017 പുസ്തകത്തിലാണ് ആ കാര്യം ആദ്യമായിട്ട് പുറത്തു വന്നത്. അതിന് മുമ്പ് എവിടെയെങ്കിലും അവരുടെ പാർട്ടി പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുണ്ടോ? ഏറ്റവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മിഷറിയുള്ള കണ്ണൂർ ജില്ലയിൽ അതിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തി ആരെങ്കിലും തെരുവിൽ ഒരു പ്രതിഷേധം നടത്തിയായിട്ട് പറയാൻ സാധിക്കുമോ? നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് EMS ആയിരുന്നു. അദ്ദേഹം ഉന്നയിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വോക്കൗട്ടോ സമരമോ ഉണ്ടായില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇക്കാര്യം ഉന്നയിച്ചോ? AKG ആയിരുന്നു അന്ന് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ്. അത് പത്രങ്ങൾ വഴി വരാൻ അന്ന് നിർവാഹമില്ലാത്തതുകൊണ്ട് പ്രസ് സെൻസർഷിപ്പാണ്, പാർലമെൻറ്റിൽ പറയുന്ന കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാടില്ല എന്നുള്ള നിയമം പാസ്സാക്കിയ കാലമാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ 1 മണിക്കൂർ സമയം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കുമ്പം അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നപ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എല്ലാവരും. പക്ഷേ 3 മാസത്തിന് ശേഷം ഈ സ്ഥിതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ, അതാണ് നിയമം മാറ്റാനുള്ള ഗാന്ധിയൻ മോഡൽ സമരം. ആ സമരത്തിൽ പങ്കെടുത്ത ഒരേ ഒരു പ്രസ്ഥാനം RSS മാത്രമാണ്. 8000 ആളുകൾ ജീവനെ പണയപ്പെടുത്തി ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ചരിത്ര സംഭവമാണ്. ചരിത്രത്തെ വികൃതമാക്കിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
ഒരു PS ശ്രീധരൻപിള്ള, നമ്മൾ എന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ തലമുറയെ സംബന്ധിച്ച് ഇതെല്ലാം കേട്ടറിവ് അല്ലെങ്കിൽ വായിച്ചറിവ് അങ്ങേപ്പോലുള്ള ആളുകൾ പറഞ്ഞറിവാണല്ലോ. താങ്കൾ ഉൾപ്പെടെ പുസ്തകം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ രാജ്യത്ത് ഉൾപ്പെടെ ഉണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നാണ് ഒരു എമർജൻസി ലൈക്ക് സിറ്റുവേഷൻ, അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സാഹചര്യം എന്നുള്ളത്. അത് ഈ സമീപകാലത്തായി നിരവധി ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലാത്ത ആളുകൾ ഉൾപ്പെടെ അത് ആവർത്തിച്ചുപയോഗിക്കുന്ന വാക്കാണ്. എമർജൻസി ലൈക്ക് സിറ്റുവേഷൻ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്തൊരു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണത്. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതാവാം. എമർജൻസി ലൈക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസിയിൽ ഉണ്ടായിരുന്നത് എന്താ? 75 കാലഘട്ടത്തിൽ 3 നിയമങ്ങൾ പാസ്സാക്കി. പ്രസ് സെൻസർഷിപ്പ് നിയമം. അത് കഴിഞ്ഞ ശേഷമാണ് പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ ഗവൺമെൻറ്റിന് അംഗീകാരമില്ലാത്ത ഒരു കാര്യവും കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിൻ്റെ നിയമം ഉള്ള പ്രസ് കൗൺസിൽ അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് അതിനെയും വികലമാക്കി. ഇതാണ് പത്രസ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഇന്ന് പത്രസ്വാതന്ത്ര്യമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പിന്നെ റെസ്ട്രിക്ഷൻസിനെ പറ്റി ഏത് റെസ്ട്രിക്ഷനാണ് ഇന്നത്തെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായിട്ടുള്ളത്? റെസ്ട്രിക്ഷനെ പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ, എനിക്ക് ഏറ്റവും വലിയ ദുഃഖം അതാണ്, മാധ്യമങ്ങളൊന്നും പഠിക്കാത്തവരായി മാറുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയായിരുന്നു? പത്രങ്ങൾക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. NG രംഗ ഇപ്പോഴുള്ള കോൺഗ്രസിലെ MP പോലും അന്ന് ശ്യാമപ്രസാദ് മുഖർജി പറയുന്നതാണ് ശരി, റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് കൂടാന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട നെഹ്റുജിയുടെ മറുപടിക്ക് ശേഷം പാസ്സാക്കിയെടുത്ത റെസ്ട്രിക്ഷൻ അല്ല ഇന്ത്യയിലുള്ളത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡിസ്കഷനിൽ പത്രങ്ങൾക്ക് പ്രത്യേകമായ അവകാശം അമേരിക്കയിലെ പോലെ കൊടുക്കണം, അമേരിക്കയിലെ ആദ്യ ഭരണഘടനാ ഭേദഗതി അതായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിസ്കഷനിൽ സാധാരണ ജനങ്ങൾക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ 19, 21 മതി, മറ്റത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പാസ്സാക്കിയത്. RSSകാരോ BJPക്കാരാണോ എന്നുണ്ടായിരുന്നത്? അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ ഉദാഹരണം? ഒരെണ്ണം പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇടയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടാവാം. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തി, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അവർ പറഞ്ഞോട്ടെ. പക്ഷെ താങ്കൾ പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരു സംഭവം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ, ഇപ്പോൾ ഈ ഞങ്ങൾ ഇതിന് തൊട്ട് മുൻപ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്, സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനാകുന്ന JSK എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ആദ്യം ആ സിനിമയ്ക്ക് നൽകി. പിന്നീട് അത് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാവുകയും ആ സിനിമയിൽ ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര്, അതിൽ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയായിട്ടാണ് ആ കേന്ദ്ര കഥാപാത്രമുള്ളത്, അനുപമ പരമേശ്വരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ജാനകി എന്ന പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അത് സീതാദേവിയുടെ പര്യായ പദമാണ്, അല്ലെങ്കിൽ ആ പേരാണല്ലോ ജാനകി എന്നുള്ളത്. അപ്പോൾ അത് ഈ കഥാപാത്രത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാറ്റിവെച്ചു എന്നുള്ളതാണ് സംവിധായകൻ ഉൾപ്പെടെ ആരോപിച്ചത്. അതിപ്പോൾ ഹൈക്കോടതിയിൽ അതിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അത് റിവ്യൂ കമ്മിറ്റി നാളെ മുംബൈയിൽ വെച്ച് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം തരത്തിൽ ഇതിപ്പോൾ ഒരു ലോജിക്കില്ലാത്ത കാര്യമായി തന്നെ ആളുകൾക്ക് തോന്നുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാൻ സാധിക്കും? താങ്കളുടെ അജ്ഞതയോർത്ത്, താങ്കളുടെ അറിവില്ലായ്മയോർത്ത് ഞാൻ സഹതപിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയോ, ഒരു സിനിമയ്ക്കകത്തിൽ സെൻസർഷിപ്പ് കൊടുത്തോ അല്ല അതിന് പെർമിഷൻ കൊടുത്തോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ അതിനെയാണോ അടിയന്തരാവസ്ഥയോട് കമ്പയർ ചെയ്യേണ്ടത്? മിസ്റ്റർ, അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഇപ്പോൾ മാതൃഭൂമി പത്രം, മനോരമ പത്രം, ദേശാഭിമാനി പത്രം അടിച്ചു കഴിഞ്ഞാൽ, പ്രസിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എഡീഷന് വേണ്ടിയിട്ട് അവർ ആ പത്രം 11 മണിക്കോ 12 മണിക്കോ തയ്യാറാക്കിയാൽ അതാത് കളക്ടറേറ്റിൽ പോയി സെൻസർഷിപ്പ് ഓഫീസറുടെ പെർമിഷൻ വാങ്ങിയില്ലെങ്കിൽ പത്രാധിപർ പിറ്റേ ദിവസം മിസൈലോ DRലോ കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നതിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എന്താ? ഒരു സിനിമയ്ക്ക് കൊടുത്തുണ്ടോ? അതിന് ഒരുപാട് നടപടിയുണ്ട്. ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം, വീണ്ടും സെൻസർഷിപ്പ് ചെയ്യാം. മാത്രമല്ല കേന്ദ്രത്തിൽ മന്ത്രി പോലും ഉണ്ട്. ഇങ്ങനെയുള്ള വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഈ ചെറിയ മനസ്സിനോട് എനിക്ക് സഹതാപമുള്ളൂ. ശ്രീ PS ശ്രീധരൻപിള്ള, എൻ്റെ ആരോപണമല്ല ഇത്, പൊതുവിൽ രാജ്യത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ആരോപണം ഞാൻ മുന്നോട്ട് വെച്ചതേ മിസ്റ്റർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ആരോപണത്തിന് വിധേയനായ ഒരാൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ച് ഒരാളെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വർത്തമാന പ്രധാനമന്ത്രിയെ എത്ര തവണ ഈ എന്തൊക്കെ തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചു, അത് എപ്പോഴെങ്കിലും മറുപടി പറഞ്ഞോ?
പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളും സുപ്രീം കോടതിയും നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു FIR ഇടാൻ സാധിച്ചോ ആർക്കെങ്കിലും? ഈ പറയാൻ ആർക്കും സാധിക്കും. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമുക്കറിയാം 2002 സംഭവത്തിന് ശേഷം നരാധമൻ, മരണത്തിൻ്റെ വ്യാപാരി, എത്ര മോശപ്പെട്ട പദങ്ങളാണ് ഉപയോഗിച്ച്. അതെവിടെയെങ്കിലും അത് കണ്ണിക്കാൻ ശ്രമിച്ചോ? പത്രങ്ങൾ എഴുതും, പത്രങ്ങളുടെ സ്ഥിതി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാനതിനൊന്നും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അതിനെ ജനങ്ങൾ നിരാകരിച്ചോ? 2 കോടതി നിരാകരിച്ചോ? സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് രാഘവൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയിട്ട് സുപ്രീം കോടതി ഡയറക്റ്റ്ലി ഇൻവെസ്റ്റിഗേറ്റഡ്, എന്നിട്ട് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അതല്ല ഞങ്ങൾ പറയുന്ന ശരിയെന്ന് പറയുന്ന BBC-യുടെ കങ്കാണിമാരും മറ്റുള്ളവരും പറയുന്നതിനെയാണോ നിങ്ങൾ പൊതു ഒപ്പീനിയനായിട്ട് എടുക്കുന്നത്? പൊതു ഒപ്പീനിയൻ്റെ മാനദണ്ഡം എന്താ? ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ ഈ ചാനലിലൂടെ പറയുന്നു, നിങ്ങൾ എന്തായാലും ഇത് ചർച്ച ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പത്രം വായിക്കുന്നവരും വലിയ വിജ്ഞാനമുള്ളവരുള്ള കേരളീയർ, ഓരോ സ്റ്റേറ്റ് ഞാൻ വേണേൽ പറഞ്ഞു തരാം. 71 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ശ്രീമതി ഗാന്ധിക്ക് ജനങ്ങൾ 3-2 ഭൂരിപക്ഷം കൊടുത്തു. ഉത്തരേന്ത്യയിലെ 10 സ്റ്റേറ്റുകൾ, അതിനെയാണല്ലോ കളിയാക്കിക്കൊണ്ട് നമ്മൾ കൗ ബെൽറ്റ് എന്ന് പറയുന്നത്. 235 പാർലമെൻറ്റ് സീറ്റായിരുന്നു അവിടെ. 71 തെരഞ്ഞെടുപ്പിൽ 228 ശ്രീമതി ഗാന്ധിക്ക് കൊടുത്ത ജനങ്ങളാണ് ആ പശു ബെൽറ്റിലുള്ളത്. അവർ 77 തെരഞ്ഞെടുപ്പിൽ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ, 5 കൊല്ലത്തിലാണ് ഇലക്ഷൻ, 6 കൊല്ലമാക്കി, അല്ല അവരുടെയിലുള്ള അധികാരം. ആ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഈ 235 സീറ്റിൽ ഇന്ദിരാഗാന്ധി തോറ്റു, മകൻ തോറ്റു, വെറും 2 സീറ്റ് മാത്രമാണ് കൊടുത്തത്. അതേ സമയത്ത് താങ്കൾ ഈ പറയുന്ന നമ്മുടെ കേരളം 20 സീറ്റിൽ 20 സീറ്റും ഏകാധിപത്യത്തിന് അരിയിട്ട് വാഴ്ത്താൻ പാർലമെൻറ്റിലേക്ക് കൊടുത്തു. നിയമസഭയിലേക്ക് 140 സീറ്റിൽ 117 സീറ്റും കൊടുത്തു. തൊട്ടടുത്ത കർണാടകം 28-ൽ 26 സീറ്റും അവർ ജയിച്ചു, ഏകാധിപത്യത്തിൻ്റെ ആളുകൾ. തമിഴ്നാട് ADMKയും കോൺഗ്രസും ചേർന്നുകൊണ്ട് 39 സീറ്റിൽ 34ലും ജയിച്ചു. ആന്ധ്രാപ്രദേശിൽ 41 പാർലമെൻറ്റ് സീറ്റുള്ളതിൽ അതിൽ ഏതാണ്ട് 38-ഓ 39-ഓ അവർ ജയിച്ചു. എൻ്റെ ഗോവയെ അതുതന്നെയായിരുന്നു. അതേസമയത്ത് ഉത്തരേന്ത്യയിലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, നിങ്ങളുടെ ഈ പറയുന്ന പത്രവും മാധ്യമവും ഒന്നും വായിക്കാത്ത സാധാരണക്കാരന് പൗരബോധം ഉണ്ടായി. അവരെ അതിനനുസരിച്ച് വിധി എഴുതിയപ്പോഴാണ് വാഷിങ്ടൺ പോസ്റ്റും മറ്റും പറഞ്ഞത്, കാട്ടുജാതിക്കാരല്ല ഇന്ത്യക്കാർ, ലോകത്തെ ഏറ്റവും അധികം അവബോധമുള്ള, ജനാധിപത്യ അവബോധമുള്ളവരായി നമ്മളെ വാഴ്ത്തിയില്ലേ? ഇതൊക്കെ പഠിക്കണ്ടേ? തീർച്ചയായും ആ ചരിത്രം ആവർത്തിച്ച് പറയേണ്ടത് തന്നെയാണ്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ കിരാതമായ നടപടിയായിരുന്നു അടിയന്തരാവസ്ഥ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ PS ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ, ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയത്.